ഇതൊരു വെളുത്ത സഞ്ചിയാണ്. എനിക്ക് വെളുത്ത ഷൂസുകൾ ഉണ്ട്. താങ്കളുടെ വെളുത്ത ബാഗ് സുന്ദരമാണ്. അവരുടെ വെളുത്ത ബാഗ്. ഒരു വെള്ള സഞ്ചി. നമ്മുടെ പക്കൽ ഒരു പച്ച ബാഗ് ഉണ്ട്. എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ അനവധി തവണ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറില്ലേ? പക്ഷെ ഇത് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ. എന്നാൽ വളരെ സിമ്പിൾ ആയി നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റി നോക്കിയാലോ? നോക്കി നോക്കാം. അപ്പൊ എന്താണ്? ഇതൊരു വെളുത്ത സഞ്ചിയാണ്. ഇറ്റ്സ് എ വൈറ്റ് ബാഗ്. ഇറ്റ്സ് എ വൈറ്റ് ബാഗ്. എനിക്ക് വെളുത്ത ഷൂസുകൾ ഉണ്ട്. ഐ ഹാവ് വൈറ്റ് ഷൂസ്. ഐ ഹാവ് വൈറ്റ് ഷൂസ്. താങ്കളുടെ വെളുത്ത ബാഗ് സുന്ദരമാണ്. യുവർ വൈറ്റ് ബാഗ് ഈസ് പ്രെട്ടി. യുവർ വൈറ്റ് ബാഗ് ഈസ് പ്രെട്ടി. യുവർ വൈറ്റ് ബാഗ് ഈസ് പ്രെട്ടി. അവരുടെ വെളുത്ത ബാഗ്. their വൈറ്റ് ബാഗ്. അവരുടെ വെളുത്ത ബാഗ്. their വൈറ്റ് ബാഗ്. ഒരു വെള്ള സഞ്ചി. എ വൈറ്റ് ബാഗ്. എ വൈറ്റ് ബാഗ്. നമ്മുടെ പക്കൽ ഒരു പച്ച ബാഗ് ഉണ്ട്. we have a green bag. നമ്മുടെ പക്കൽ ഒരു പച്ച ബാഗ് ഉണ്ട്. we have a green bag. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നും കൂടെ നോക്കി നോക്കല്ലേ. ഇതൊരു വെളുത്ത സഞ്ചിയാണ്. സഞ്ചിക്ക് എന്താ പറയാ? ബാഗ്. വെള്ളക്ക് എന്താ പറയാ? വൈറ്റ്. ഇതൊരു എങ്ങനെ പറയാ? ഇറ്റ്സ് എ. ഇതൊരു വെളുത്ത സഞ്ചിയാണ്. ഇറ്റ്സ് എ വൈറ്റ് ബാഗ്. എനിക്ക് വെളുത്ത ഷൂസുകൾ ഉണ്ട്. എന്നാൽ ഷൂസ് എന്ന് പറയില്ലേ? വെളുത്ത വൈറ്റ്. ഐ ഹാവ് എനിക്കുണ്ട്. ഐ ഹാവ് എനിക്കുണ്ട്. എനിക്ക് വെളുത്ത ഷൂസുകൾ ഉണ്ട്. ഐ ഹാവ് വൈറ്റ് ഷൂസ്. താങ്കളുടെ വെളുത്ത ബാഗ് സുന്ദരമാണ്. സുന്ദരമാണ് എന്നുള്ളത് എന്താ പറയാ? പ്രെട്ടി. യുവർ വൈറ്റ് ബാഗ് ഈസ് പ്രെട്ടി. താങ്കളുടെ വെളുത്ത ബാഗ് സുന്ദരമാണ്. അവരുടെ വെളുത്ത ബാഗ്. അവരുടെ ഇംഗ്ലീഷ് എന്താണ്? their. അവരുടെ their വെളുത്ത ബാഗ്. വൈറ്റ് ബാഗ്. വെള്ള സഞ്ചി. എ വൈറ്റ് ബാഗ്. എ വൈറ്റ് ബാഗ്. നമ്മുടെ പക്കൽ ഒരു പച്ച ബാഗ് ഉണ്ട്. എന്താണ്? നമ്മുടെ പക്കൽ ഒരു പച്ച ബാഗ് ഉണ്ട്. we have a green bag. we have നമുക്കുണ്ട് എന്താണ്? a green bag. ഒരു പച്ച ബാഗ് ഉണ്ട്. നമ്മുടെ പക്കൽ ഒരു പച്ച ബാഗ് ഉണ്ട്. we have a green bag. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അതുകൊണ്ട് നമുക്ക് ഇനിയും ഒരു 5-6 എക്സാംസ് കൂടെ നോക്കി നോക്കാം അല്ലെ. താങ്കളുടെ ചുവന്ന ഷൂ സുന്ദരമാണ്. എന്റെ ചുവന്ന ഷൂ സുന്ദരമാണ്. എനിക്ക് 2 മഞ്ഞ ബാഗുകൾ ഉണ്ട്. എന്റെ മഞ്ഞ ബാഗ് സുന്ദരമാണ്. ഒരു തവിട്ടു നിറത്തിലുള്ള സഞ്ചി. എന്റെ പക്കൽ ഒരു കറുത്ത കാർ ഉണ്ട്. എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ അനവധി നമ്മൾ സംസാര വിഷയത്തിൽ വന്നു ചേരാറുണ്ട്. പക്ഷെ ഇതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളത് നമുക്ക് അറിയാത്തത്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അല്ലെ. എന്താണ്? താങ്കളുടെ ചുവന്ന ഷൂ സുന്ദരമാണ്. യുവർ റെഡ് ഷൂസ് ഈസ് പ്രെട്ടി. യുവർ റെഡ് ഷൂസ് ഈസ് പ്രെട്ടി. എന്റെ ചുവന്ന ഷൂ സുന്ദരമാണ്. മൈ റെഡ് ഷൂ ഈസ് പ്രെട്ടി. മൈ റെഡ് ഷൂ ഈസ് പ്രെട്ടി. എനിക്ക് 2 മഞ്ഞ ബാഗുകൾ ഉണ്ട്. ഐ ഹാവ് 2 യെല്ലോ ബാഗ്സ്. I have 2 yellow bags. എന്റെ മഞ്ഞ ബാഗ് സുന്ദരമാണ്. My yellow bag is pretty. My yellow bag is pretty. ഒരു തവിട്ടു നിറത്തിലുള്ള സഞ്ചി. A brown bag. ഒരു തവിട്ടു നിറത്തിലുള്ള സഞ്ചി. A brown bag. എന്റെ പക്കൽ ഒരു കറുത്ത കാർ ഉണ്ട്. I have a black car. I have a black car. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ജസ്റ്റ് ഒന്നും കൂടെ നോക്കി നോക്കാം അല്ലേ. താങ്കളുടെ ചുവന്ന ഷൂ സുന്ദരമാണ്. യുവർ റെഡ് ഷൂസ് ഈസ് പ്രെട്ടി. യുവർ റെഡ് ഷൂ ഈസ് പ്രെട്ടി. അതുപോലെ തന്നെ എന്റെ ചുവന്ന ഷൂ സുന്ദരമാണ്. മൈ റെഡ് ഷൂ ഈസ് പ്രെട്ടി. മൈ റെഡ് ഷൂ ഈസ് പ്രെട്ടി. എനിക്ക് 2 മഞ്ഞ ബാഗുകൾ ഉണ്ട്. ഐ ഹാവ് 2 യെല്ലോ ബാഗ്സ്. ഐ ഹാവ് 2 യെല്ലോ ബാഗ്സ്. എനിക്ക് മഞ്ഞ ബാഗ് എന്റെ മഞ്ഞ ബാഗ് സുന്ദരമാണ്. മൈ യെല്ലോ ബാഗ് ഈസ് പ്രെട്ടി. മൈ യെല്ലോ ബാഗ് ഈസ് പ്രെട്ടി. ഒരു തവിട്ടു നിറത്തിലുള്ള സഞ്ചി. എ ബ്രൗൺ ബാഗ്. എന്റെ പക്കൽ ഒരു കറുത്ത കാർ ഉണ്ട്. ഐ ഹാവ് എ ബ്ലാക്ക് കാർ. എന്റെ പക്കൽ ഒരു കറുത്ത കാർ ഉണ്ട്. ഐ ഹാവ് എ ബ്ലാക്ക് കാർ. ഐ ഹാവ് എ ബ്ലാക്ക് കാർ. ഇനി നമുക്ക് 5 എക്സാംസ് നോക്കി നോക്കാം അല്ലെ. ഇതൊരു മഞ്ഞ കാർ ആണ്. ദിസ് ഈസ് എ യെല്ലോ കാർ. ഇതൊരു മഞ്ഞ കാർ ആണ്. ദിസ് ഈസ് എ യെല്ലോ കാർ. 2 പച്ച ഷൂസുകൾ. 2 ഗ്രീൻ ഷൂസ്.
രണ്ട് പച്ച ഷൂസുകൾ, 2 green shoes, 3 ഓറഞ്ച് ഷൂസുകൾ, 3 ഓറഞ്ച് ഷൂസ്. എന്താണ്? 3 ഓറഞ്ച് ഷൂസ്. ഒരു നീല പാദരക്ഷ, a blue shoe. ഒരു നീല പാദരക്ഷ, a blue shoe. ഒരു ചുവന്ന പാദരക്ഷ, a red shoe. ഒരു ചുവന്ന പാദരക്ഷ, a red shoe. എന്റെ മഞ്ഞ ബാഗ്, my yellow bag. എന്താണ്? എന്റെ മഞ്ഞ ബാഗ്, my yellow bag. മൈ യെല്ലോ ബാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ മഞ്ഞ ബാഗ്. മൈ ഓറഞ്ച് ബാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഓറഞ്ച് ബാഗ്. ഒരു ചുവന്ന പാദരക്ഷ, എ റെഡ് ഷൂ, എ ബ്ലൂ ഷൂ. ഒരു നീല പാദരക്ഷ, 3 ഓറഞ്ച് ഷൂസ്, 3 ഓറഞ്ച് ഷൂസുകൾ, 2 ഗ്രീൻ ഷൂസ്. അതായത് 2 പച്ച ഷൂസുകൾ. ദിസ് ഈസ് എ യെല്ലോ കാർ. ഇതൊരു മഞ്ഞ കാറാണ്. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്കൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് കഴിയില്ല, ഇനി ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക, ഇനി ഞാൻ ആരോട് ചോദിച്ചാൽ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വളരെയധികം സംശയമുള്ള ഒരു കാര്യമാണ് അല്ലേ? വളരെ കോൺഫിഡൻസോട് കൂടി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ വീഡിയോസ് ഒക്കെ നിങ്ങൾ സ്ഥിരം കാണുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഡേ ബൈ ഡേ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരും. അപ്പൊ വീണ്ടും നമുക്കൊരു പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.